നമ്മുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ DRDO ഒഡീഷയിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപിൽ നിന്ന് ഇന്നലെയും ഇന്നുമായി അതീവ രഹസ്യമായി ഇന്ത്യയുടെ ഏറ്റവും പുതിയ പ്രലയ് മിസൈലിൻ്റെ 2 പരീക്ഷണങ്ങൾ നടത്തി. ഇത് രണ്ടും വൻ വിജയമായിരുന്നു. കൂടാതെ ULPGM-V3 എന്ന ഡ്രോൺ ലോഞ്ച്ഡ് മിസൈലിൻ്റെ പരീക്ഷണവും നടത്തിയിരുന്നു. അതും വൻ വിജയമായിരുന്നു. ഇനി നമുക്ക് പ്രലയ്, ULPGM-V3 എന്നീ മിസൈലുകളുടെ പരീക്ഷണങ്ങൾ, അതിൻ്റെ സവിശേഷതകൾ, ഒപ്പം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ ഇവയുടെ പ്രാധാന്യം എന്നിവ നോക്കാം. നേരത്തെ പറഞ്ഞ പ്രലയ് മിസൈലിൻ്റെ പരീക്ഷണങ്ങൾ ഇന്ത്യൻ ആർമിയുടെ യൂസർ ഇവാലുവേഷൻ ട്രയലിൻ്റെ ഭാഗമായിരുന്നു. 2 കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിച്ചത്. മിസൈലിൻ്റെ കുറഞ്ഞ ദൂരവും, അതായത് 150 കിലോമീറ്റർ, അതുപോലെ പരമാവധി ദൂരവും 500 കിലോമീറ്റർ. 2 പരീക്ഷണങ്ങളിലും കൃത്യമായ ക്വാസി ബാലിസ്റ്റിക് ട്രാജക്ടറി പിന്തുടർന്ന് ലക്ഷ്യസ്ഥാനത്ത് പിൻ പോയിന്റ് കൃത്യതയോടെ എത്തി. എല്ലാ ഉപസംവിധാനങ്ങളും, അതായത് കൺട്രോൾ, ഗൈഡൻസ്, മിഷൻ അൽഗോരിതങ്ങൾ എല്ലാം പ്രതീക്ഷിച്ചതുപോലെ കൃത്യമായി പ്രവർത്തിച്ചു. ഈ നേട്ടത്തിന് പിന്നിൽ DRDOയും ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡും ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും തുടങ്ങി നിരവധി കമ്പനികളുടെ സഹകരണമുണ്ട്. ഇന്ത്യയുടെ ആർമി, എയർഫോഴ്സ് പ്രതിനിധികൾ, DRDO ശാസ്ത്രജ്ഞന്മാർ, വ്യവസായ പ്രതിനിധികൾ എന്നിവരെല്ലാം തന്നെ ഈ പരീക്ഷണം നേരിട്ട് വീക്ഷിച്ചു. ഇനി പ്രലയ് മിസൈലിൻ്റെ സവിശേഷതകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് ഇന്ത്യൻ ആർമിയുടെ യുദ്ധ ആവശ്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത ഒരു ഷോർട്ട് റേഞ്ച് ഉപരിതല മിസൈലാണ്. ഇതിൽ 2 ഘട്ടങ്ങളിലായി പ്രവർത്തിക്കുന്ന സോളിഡ് പ്രൊപ്പലൻ്റ് റോക്കറ്റ് മോട്ടോർ, മനൂവറബിൾ റീ എൻട്രി വെഹിക്കിൾ സാങ്കേതികവിദ്യ എന്നിവ ഉൾക്കൊള്ളുന്നുണ്ട്. ഇതിൻ്റെ വേഗത മാക്ക് 1 മുതൽ മാക്ക് 1.6 വരെ, അതായത് ശബ്ദത്തിൻ്റെ 1 മുതൽ 1.6 മടങ്ങ് വേഗത. ദൂരപരിധി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 150 മുതൽ 500 കിലോമീറ്റർ വരെ, അതായത് ചൈന പാകിസ്ഥാൻ അതിർത്തിയിലെ ലക്ഷ്യങ്ങളിലേക്ക് ഉന്നം വയ്ക്കാം. കൂടാതെ താഴ്ന്ന ഉയരത്തിൽ പറക്കുന്നത് കൊണ്ട് തന്നെ ശത്രുവിൻ്റെ റഡാർ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ കഴിയും. ഇതിലുപരിയായി ഒന്നിലധികം വാർഹെഡുകൾ ഘടിപ്പിക്കുകയും പറക്കുന്നതിനിടെ ദിശ മാറ്റുകയും ചെയ്യാം. ഈ മിസൈൽ അധികം വൈകാതെ ഇന്ത്യൻ സൈന്യത്തിന് കൈമാറുമെന്ന് DRDO ചെയർമാൻ ഡോക്ടർ സമീർ കാമത്ത് പറഞ്ഞു. മറ്റൊരു മിസൈലായ ULPGM-V3 മിസൈലിൻ്റെ പരീക്ഷണം നടത്തിയത് 2 ദിവസം മുമ്പാണ്, അതായത് ഇക്കഴിഞ്ഞ ജൂലൈ 25-ന്. ആന്ധ്രാപ്രദേശിലെ കൂർണൂരിലെ നാഷണൽ ഓപ്പൺ ഏരിയയിൽ നടത്തിയ ഈ പരീക്ഷണവും വൻ വിജയമായിരുന്നു. ഈ മിസൈലിൻ്റെ പ്രത്യേകത, ഇതൊരു ഡ്രോൺ ലോഞ്ച്ഡ് മിസൈലാണ്. 3 വാർഹെഡുകളുള്ള ഇതിന് ടാങ്കുകൾക്കെതിരെയും ബങ്കറുകൾക്കെതിരെയും കൂടാതെ വിശാലമായ നാശനഷ്ടം ഉണ്ടാക്കുന്നതിനും ഉപയോഗിക്കാം. ഉയർന്ന പ്രദേശങ്ങളിലും ഇരുട്ടത്തും കൃത്യമായി ആക്രമണം നടത്തും. പുതിയ മിസൈലുകളായ പ്രലയ് മിസൈലും ULPGM-V3യും ഇന്ത്യയുടെ പ്രതിരോധശേഷിയെ പുതിയ തലത്തിലേക്ക് ഉയർത്തുമെന്ന് തീർച്ചയാണ്. പ്രലയ് ചൈന പാകിസ്ഥാൻ അതിർത്തികളിലെ ഭീഷണികൾക്ക് വേഗത്തിലും കൃത്യതയോടെയും മറുപടി നൽകാൻ ഇന്ത്യയെ സഹായിക്കും. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ ഡ്രോൺ മിസൈൽ സാങ്കേതിക വിദ്യകളുടെ ശക്തി തെളിയിച്ചതാണല്ലോ. ULPGM-V3ക്ക് ഡ്രോൺ അധിഷ്ഠിത ആക്രമണശേഷി ഉള്ളതുകൊണ്ട് തന്നെ ആധുനിക യുദ്ധത്തിന് പറ്റിയ ആയുധമാണ്. ഇനി ഇത്തരം മിസൈലുകളായിരിക്കും ഇന്ത്യൻ യുദ്ധമുന്നണിയിലെ പ്രധാന ആയുധം. ഈ മിസൈലുകൾ ആത്മനിർഭർ ഭാരതിൻ്റെ ഭാഗമായി നമ്മുടെ സാങ്കേതിക വിദ്യകളാൽ നിർമ്മിച്ചവയാണ്. ഇത് നമ്മുടെ പ്രതിരോധ മേഖലയിലെ പുരോഗതിയെ എടുത്തുകാട്ടുന്നു. DRDOയുടെ ഈ നേട്ടങ്ങൾ ഇന്ത്യയെ ആഗോള പ്രതിരോധ ശക്തിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കൂ.